ഹായ്. അപ്പോൾ ഞാൻ മിനിയാന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരാൾ കമൻറ്റ് ഇട്ടതിന് ഒരു റിപ്ലൈ ആണ് ഞാൻ തന്നിരിക്കുന്നത്. അതിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിന് മുന്നായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് സഫു നീ എന്നോടൊരു കാര്യം പറഞ്ഞു ഓർമ്മയില്ലേ? എന്ത് ഏതൊരു പെണ്ണ് ഹസ്ബൻഡ് റീചാർജ് ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത സംഭവം എന്താണ്? ഹസ്ബൻഡ് റീചാർജ് ചെയ്ത് കൊടുക്കാണ്ട് സൂസൈഡ് ചെയ്തു. അത് സംഭവം ജസ്റ്റ് ന്യൂസ് ഇങ്ങനെ കണ്ട എവിടെ കണ്ടേ? ഇൻസ്റ്റയിൽ മറ്റേ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോലത്തെ പോസ്റ്റ് വരില്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്ക്. ഹസ്ബൻഡ് റീചാർജ് ചെയ്ത് കൊടുക്കാത്തതിന് ഫിനാൻഷ്യലി ചില സമയം ടൈറ്റ് ആകുമ്പം അങ്ങനത്തെ സാഹചര്യമൊക്കെ വരും. പക്ഷെ അവിടെ ഹസ്ബൻഡ് എന്ത് തെറ്റ് ചെയ്ത് ഒറ്റൊരു കാര്യം. പക്ഷെ ഇപ്പോഴും ആണെങ്കിൽ ആ ആളെ ആ വ്യക്തിനെ കുടുംബക്കാർ നീ കൊന്നു എന്നുള്ള രീതിയിൽ അയാൾ കേൾക്കുന്നുണ്ടാവും, ഉറപ്പായിട്ടും കേൾക്കുന്നുണ്ടാവും. ഇതേപോലെ തന്നെയാണ് ഞാൻ ഇത്രയും കാലം സൈലൻ്റായി മിണ്ടാണ്ടിരുന്നതിൻ്റെ കാരണം. ഇപ്പം ഞാൻ ആ കഴിഞ്ഞ വീഡിയോ ചെയ്തതിൽ ഞാൻ മിണ്ടാണ്ടിരിക്കാൻ നിന്നതാണ്. അതായത് എൻ്റെ ഭാര്യയുടെ ഫാമിലി എന്നെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടിട്ട് സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് ഇപ്പം അങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ തോന്നുന്നില്ല. അവരെ എന്നെപ്പറ്റി കാരണം ഇപ്പോഴും സംസാരത്തിൽ അറിഞ്ഞും കൊണ്ട് അവരറിഞ്ഞിട്ടും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം കുറേ കൊല്ലം ഞാനും ആ ഒരു ഫാമിലിയുടെ കൂടെയാണല്ലോ ഉണ്ടായത്. അപ്പോൾ അവർ സംസാരിക്കുന്ന സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുമ്പോൾ മറ്റുള്ളവരോട് പറയുമ്പോൾ മറ്റുള്ളവരോടാണെങ്കിൽ അവിടെ കാണുന്ന ആൾക്കാരോട് സംസാരിക്കുന്നത് ഒരുമാതിരി എന്നെ വെറുക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് തോന്നുള്ളൂ അത് കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും. പക്ഷെ മനസ്സാ വാച അതിൽ അവർ പറയുന്ന എല്ലാം ഇല്ലാത്ത കാര്യമാണെന്നുള്ളത് 100% ഞാൻ തെളിയിക്കും. അതിനുള്ള റീസണും അതിനുള്ള കാര്യങ്ങളും ഉണ്ട്. എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. അത് നമുക്ക് പിന്നെ പറയാം. ഇപ്പം ജസ്റ്റ് ഒരു 2 കമൻറ്റിനുള്ളൊരു റിപ്ലൈ ആണ് ഇപ്പം പറയാനുള്ളത്. അത് എന്തെന്നാ സഫു വായിച്ചേക്കണം? ഞാനൊരു കമന്റ് റിപ്ലൈ കൊടുത്തതിന്റെ റിപ്ലൈ തന്നേക്കണം. ഞാൻ ഒരു കമന്റ് ഞാൻ യൂട്യൂബിൽ ആ വീഡിയോ ചെയ്തില്ലേ മിനിയാന്ന്, അതിൻ്റെ ഒരു കമന്റ് റിപ്ലൈ ഞാൻ കൊടുത്തായിരുന്നു. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ പിന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം നമ്മൾ ആരെങ്കിലും സ്വയം ആത്മഹത്യ ചെയ്ത് അത് നമ്മൾ എന്താ പറയുക നമ്മളറിയാതെ സ്വയം വരുത്തി വെച്ച് ചെയ്യുന്ന കാര്യം ആയിരിക്കും. എല്ലാം മിക്സ്ഡ് ആണ്, മനസ്സിലായോ? അതായത് ഓരോരാളെ ലൈഫിൽ ഓരോന്നാണ് ഇതാണ്, അത് എനിക്കറിയൂല. പക്ഷെ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ കുറേ നടക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നും കാര്യം അറിയാണ്ട് പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ഉള്ളൊരു ഷോക്ക് അവിടെ ഇതാണ് നടന്നിട്ടുള്ളത്. കമൻറ്റ് വായിച്ചോ? നീ പറയുന്നതിൽ പ്രസക്തിയില്ല. ബിക്കോസ് ഇപ്പോഴുള്ള മെഹനാസ് അല്ല അപ്പോഴുള്ളത്. ഇവന്റെ ദേഷ്യമല്ല റിഫയും ആയിട്ട് ഉള്ള വീഡിയോസിൽ കണ്ടിട്ടുള്ളതാണ്. പിന്നെ നിനക്ക് പറ്റുമെങ്കിൽ ഒരു മിനിറ്റ്, എൻ്റെ ദേഷ്യം വീഡിയോയിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ദേഷ്യപ്പെടുന്നതല്ല, സംസാരിക്കണതാണ്. എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്, സംസാരം. അതിപ്പം സഫു നിനക്ക് എന്താ മനസ്സിലായ ആ കാര്യത്തിൽ? സംസാരം ചിലപ്പോൾ റൂഡായിട്ട് തോന്നാം. ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ചില സമയം എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ചില സമയം ലൗഡിലായിരിക്കും. അത് എൻ്റെ എന്താ പറയല് നമ്മുടെ സ്വഭാവം, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതി അങ്ങനെയാണ്. പക്ഷെ മനസ്സിലൊന്നും വെച്ചിട്ടല്ല ഞാൻ അങ്ങനെ സംസാരിക്കണം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്താ പറയുക, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അതേ ഇത് കാണിച്ച് നടക്കാറില്ല. എനിക്ക് അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ച് ഹോൾഡിൽ സംസാരിക്കുക. അത് ദേഷ്യത്തോടെ അങ്ങനെ ഇതോടെ സംസാരിക്കണമല്ല. എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഓക്കെ. പിന്നെന്താ പറഞ്ഞ അതിന്റെ നിനക്ക് പറ്റുമെങ്കിൽ മേനാസിനോട് ചോദിക്കുക ഇപ്പോഴുള്ള മേനാസ് ആക്ട് ചെയ്ത് ജീവിക്കുകയാണോ എന്ന്. പിന്നെ നിനക്ക് പറ്റുമെങ്കിൽ അതിപ്പം നീ കമന്റ് റിപ്ലൈ കൊടുത്ത പോലെയാണ് അവര് തന്നിട്ടുള്ളത്, വിചാരിച്ചിരുന്നത്. പക്ഷെ സഫു അല്ല ആ കമന്റ് റിപ്ലൈ വന്നിരിക്കുന്നത്, ഞാൻ തന്നെയാണ്. എന്താ പറയാ, സോ ഇതിലൊരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. ഈ കമൻറ്റിൽ ഫേക്ക് ഐ ഡികളും അവരുടെ ഭാഗത്തുനിന്നും ഫേക്ക് ഐ ഡികളും ഒരുപാട് കമൻറ്റ് റിപ്ലൈ വന്നിട്ടുണ്ട്. ഒരിക്കലും അവർ കൂട്ടിക്കൊടുത്ത് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എൻ്റെ അടുത്ത്. അങ്ങനെയാണ് സമൂഹത്തിൻ്റെ മുന്നിൽ പ്രചരിപ്പിച്ചതും. ഒരിക്കലും ഞാൻ അതിന് അനുവദിക്കാത്തൊരു വ്യക്തിയാണ്. ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കാത്ത ഒരാളാണ്.
കാരണം എനിക്കൊരു എന്താ പറയുക ഒരു ബാഡായിട്ട് മെസ്സേജ് അയച്ചാൽ വരെ എനിക്ക് വിഷമാകുന്ന ഒരു വ്യക്തിയാണ്. അത് ഞാൻ ചോദിക്കാറുമുണ്ട്. അങ്ങനത്തെ ഒരാൾ ഒരിക്കലും ഇല്ല. ഞാൻ ഇപ്പം എന്താ പറയുക കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പം പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നെപ്പറ്റി ഇവർ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളിൽ നിങ്ങളത് മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ തെറ്റുകൾ എത്രത്തോളം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാതിരുന്നത് ഇത്രയും കാലം എന്താ പറയുക ഭാര്യ ആയിരുന്നില്ലേ പോട്ടെ എന്ന് വെച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് തലേക്ക് എന്താ പറയുക ഓരോരാളോട് പറയണത് ഞാനൊരു എന്താ പറയുക ഒരു കമൻറ്റ് വേറൊരു കമൻറ്റ് കണ്ട് ഞാൻ ഫോഴ്സ് ചെയ്തിട്ട് സമ്മതിക്കാതിരുന്നിട്ട് ഞാൻ ദേഷ്യപ്പെടില്ല. അങ്ങനെയൊക്കെ നിങ്ങൾ സ്വന്തം ഭർത്താവ് അങ്ങനെ ചെയ്യുന്നൊരു കേൾക്കുമ്പോൾ എത്ര വിഷമമുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ. ഏതെങ്കിലും റിയലായിട്ട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒക്കെ അങ്ങനെ കൊണ്ടടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അത്രക്കും എന്താ പറയുക ഇങ്ങനെ മറ്റുള്ളവരെ അങ്ങനത്തെ ഒരു അതിൻ്റെ ആവശ്യം അതിൻ്റെ ചിലവിൻ്റെ പൈസ നമുക്ക് അങ്ങനത്തെ ഒരു ഫണ്ട് എനിക്ക് വേണ്ട. മനസ്സിലായോ? ഞാൻ ഒരിക്കലും അതിനെ അനുവദിക്കില്ല. പക്ഷെ അത് ചെയ്യുന്ന ആൾക്കാർ ആണ് ഈ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് കൗണ്ടർ അടിക്കുന്നത്. ആരൊക്കെ അങ്ങനെ ചെയ്തിട്ട് പൈസ വാങ്ങിയതാണ് എന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. അതെന്നെ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എനിക്ക് കേട്ടതുമാണ്. പക്ഷെ ഞാനതൊന്നും വിശ്വസിക്കാതെ ഇരുന്നത് അങ്ങനത്തെ രീതിയിലുള്ള സംസാരമായിരുന്നു എൻ്റെ അടുത്ത്. ഇപ്പോഴും മറ്റുള്ളവർ കേൾക്കുമ്പോഴും ഭയങ്കര ഇതായിട്ട് തോന്നും. പക്ഷെ അതൊന്നും വിശ്വസിക്കുന്നവർ പിന്നീട് പെടും. കാരണം ഞാൻ എത്ര വർഷങ്ങളായിട്ട് അത് വിശ്വസിച്ചിട്ട് പെട്ടവനാണ്. ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഞാൻ മിണ്ടാണ്ടിരിക്കുന്ന സമയത്തൊക്കെ മനസ്സിലാക്കണം, സ്നേഹം കൊണ്ടായിരുന്നു ഞാൻ ഇത്രയും കാലം മിണ്ടാണ്ടിരുന്നത്. പക്ഷെ എന്നെ ഓവർ വെറുപ്പിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ ഇതുണ്ടായത് പിന്നെ ബാക്കിയുള്ളവർ ബോയ്സ് എന്താ പറയുക കുറേ ഇപ്പം അറിയാത്ത ഒരുപാട് ബോയ്സ് ഭയങ്കര നെഗറ്റീവായിട്ട് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾ കേട്ടതോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നതോ ഒന്നുമല്ല റിയലായിട്ടുള്ള കാര്യം. ആരെങ്കിലും നിങ്ങൾ അത്രക്കും ഞാൻ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ കൊന്നുവെന്നോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സംസാരം നിങ്ങൾ ഡയറക്റ്റ് അന്വേഷിച്ച് നോക്കുക. എൻ്റെ ഭാഗത്ത് അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ലീഗലി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള. മനുഷ്യന്മാരുടെ നാവ് എല്ലില്ലാത്ത നാവ് കൊണ്ട് യൂട്യൂബിൽ പ്ലാറ്റ്ഫോമിൽ മഞ്ഞപ്പത്രക്കാരോ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് പല ആൾക്ക് സംസാരിക്കാൻ പറ്റും. അന്നേരം എന്താ പറയുക ഒരാളിപ്പോൾ കുറേ ആൾ പൈസ വാങ്ങിയിട്ടൊക്കെയാണ് വീഡിയോ ചെയ്യുന്നതും ഒരാളെ പേരിൽ ഒരാളെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ക്യാഷ് കൊടുത്തിട്ടൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം വേറൊരു ബ്ലോഗറുണ്ട്. ആ വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന പോലെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ അടുത്ത് ഞാൻ ഇന്ന പോലെ ഒരു ന്യൂസുകാർ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയപ്പം ഫണ്ട് ചോദിച്ചിരുന്നു. ഓരോ വീഡിയോക്കും 10,000 വെച്ചിട്ട് ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഇവർ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒരാളെ തളർത്താൻ വേണ്ടിയിട്ട് നടക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഫണ്ട് അതായത് ഒരാളെ പേഴ്സണലി അറിയാതെ ഒരാളെ നെഗറ്റീവ് മാത്രം പറഞ്ഞ് പൈസ വാങ്ങിയിട്ട് നെഗറ്റീവ് പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് അവരെ ജീവിതം തകർക്കുന്നവർ ഒരിക്കലും ലൈഫിൽ ഇനി മുന്നോട്ട് അങ്ങോട്ടേക്ക് സന്തോഷത്തോടെ പോവില്ല. കാരണം നാളെ പിറ്റേന്ന് അവർക്കൊരു കുടുംബം ഉണ്ടാകേണ്ടതാണ്, അവർക്കൊരു ഫാമിലി കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഇനി കാലം അങ്ങോട്ട് പോകുമ്പോൾ അതെങ്ങനെയാണ് ജീവിതം എന്നുള്ളതും മനസ്സിലാക്കണം. അത് പഠിച്ചവൻ എന്തായാലും റിവെഞ്ചായിട്ട് തിരിച്ചടിക്കും, ഫാമിലിയിലേക്ക് തന്നെ തിരിച്ചു വരും. മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ട് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ലക്ഷ്യത്തിലേക്ക് ചിന്തിച്ചിട്ട് വരില്ല. ആരും ഞാൻ വേദനിപ്പിച്ചിട്ടുമില്ല. എനിക്കത് അറിയുകയും ചെയ്യില്ല. ഞാനിപ്പോൾ ആരാണെങ്കിലും ഇപ്പം പരിചയമില്ലാത്ത ആളെ പറ്റിയിട്ട് ഒരു സംസാരം ഞാൻ സംസാരിക്കാറേ ഇല്ല. എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുറപ്പുണ്ട്, റിവെഞ്ച് പഠിച്ചവൻ അത് റിവെഞ്ചായിട്ട് തിരിച്ചു കൊടുക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്, തിരിച്ചു കൊടുക്കുന്നുമുണ്ട്. അപ്പം ഇനി വേറെ ഇതുണ്ടോ? അവനെ ഇരുത്തി ലൈവ് വീഡിയോ ഇടുമോ? ഒരു പ്ലാനിങ് ഇല്ലാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പറ്റുമോ? ലൈവ് വീഡിയോ തീർച്ചയായിട്ടും നമ്മൾ ലൈവ് വീഡിയോ ഇടുന്നതായിരിക്കും. അൺഎക്സ്പെക്റ്റഡ് എന്ന് വെച്ചെങ്കിൽ ഞാൻ പെട്ടെന്ന് വന്നിട്ട് എടുക്കണം നീ വേണമെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്തെടുത്തിട്ടോ, നോ പ്രോബ്ലം. അങ്ങനത്തെ ഒന്നും വിഷയമില്ല. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുമ്പോൾ വൈഫ് തെറ്റ് ചെയ്യുന്ന കണ്ടാൽ ചില സമയം ഹസ്ബൻഡ് അങ്ങനെ സംസാരിക്കുള്ളൂ. എന്താ പറയുക, ഇപ്പോൾ ഇവളാണെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞ് വാശി പിടിച്ചാൽ ഞാൻ ഇല്ലയെന്ന് പറയും. ഇല്ലയെന്ന് പറഞ്ഞ് വാശി പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചില സമയം ദേഷ്യം വരും, ഞാൻ ചൂടായിട്ട് സംസാരിക്കും. അത് ലൗഡിലി സംസാരിക്കുന്ന എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അല്ലാണ്ട് മനസ്സിലൊന്നും വെറുപ്പ് വെച്ചിട്ട് ഇതാക്കിയിട്ടൊന്നുമല്ല.
ഞാൻ എന്താണെന്നുള്ള നല്ല വിശ്വാസം നല്ല ബോധം എനിക്കുണ്ട്. കൂടുതൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതും അല്ലെങ്കിൽ ഞാൻ അവരെങ്ങനെ നോക്കി എന്നുള്ളതും നിങ്ങൾ ആരും ഇതുവരെ എടുത്ത് പറഞ്ഞിട്ടോ ഇതാക്കിയിട്ടോ ഒന്നുമില്ലല്ലോ. അതൊന്നും ആരും കാണൂല. എല്ലാവരും നെഗറ്റീവ് മാത്രമേ എല്ലാവരും കാണുള്ളൂ. അതാണ് ഇന്നത്തെ സമൂഹം, അങ്ങനെയാണ്. അതെനിക്ക് പ്രശ്നമില്ല. കൈ അങ്ങനെ വെച്ചുകൊണ്ടാണ് കുറേ സമയമായി. ആ കമന്റ് വേണ്ടാടോ, നീ ശരിയാണ്, കാലം തെളിയിക്കും, മിണ്ടാതിരുന്നാൽ മതി, അവളെ നീ ഒരിക്കൽ സ്നേഹിച്ചതല്ലേ, ആ സ്നേഹം സത്യമാണെന്ന് നീ ഒന്നും പറയണ്ട, സഫയും മോനുമായി ഹാപ്പി ആയിരിക്കും, പിന്നെ നിന്റെ സംസാരമൊക്കെ ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. അല്ല, ഞാൻ ഇത്രയും കാലം ഞാൻ മിണ്ടാണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും പറയണ്ട, ഒന്നും ഇതാക്കണ്ട എന്ന് പറഞ്ഞ് സൈലൻ്റായി നിൽക്കുന്ന സമയത്ത് ഇപ്പം ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് എടാ നിന്നെപ്പറ്റി ഇങ്ങനെയാണ് പറയണത്, ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുമ്പോൾ എത്ര വിഷമമുണ്ട് ഗൈസ്. അത് സത്യം പറഞ്ഞാൽ സഹിക്കാത്ത കാര്യങ്ങളാണ്. ഇപ്പോഴും അറിഞ്ഞിട്ടും, അതായത് സ്വയം നമ്മൾക്കറിയാം. ഇപ്പം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ അനിയൻ ഇപ്പം ഒരു കാര്യം, ഇപ്പം ഞാൻ ഉദാഹരണം ഒരു വണ്ടി എടുത്തിട്ട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് പോയിട്ടില്ല, അതെനിക്കറിയാം. പക്ഷെ എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പോയി, നീ വണ്ടി എടുത്ത് പോയി, നീ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അവൻ എന്നും അത് പറഞ്ഞിട്ട് ചൂഷണം ചെയ്യുന്ന, ഐ മീൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പോലെയാണ് ഇന്ന് അവരെൻ്റെ അടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഒരിക്കലും അത് ചെയ്യാനുള്ള എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളത് അവർക്ക് അറിഞ്ഞിട്ടും അവരങ്ങനെ ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഒരിക്കലും എന്താ പറയുക, ഈ കൂട്ടിക്കൊടുക്കുന്ന പരിപാടി എന്നുള്ള സംസാരം എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത്, ഒരിക്കലും ഞാൻ അതിന് നിൽക്കൂല എന്ന് അവർക്കറിയാം. അത് ആര് നിൽക്കുന്നതെന്നും എനിക്ക് നല്ലോണം അറിയാം, അതിന് സപ്പോർട്ട് ചെയ്യുന്നതും ആരെയെന്ന് എനിക്കറിയാം. പക്ഷേ ഇതൊക്കെ കണ്ടിട്ടും എന്നിലേക്ക് അത് ചാർത്തി വരുമ്പം എനിക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റൂല ഗൈസ്. അതുകൊണ്ടാണ് ഞാനിപ്പം ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തന്നെ കാരണം. വേറൊന്നുമല്ല, ഒരിക്കലും മനസ്സിനെ വേദനിപ്പിക്കുകയാണ്. വെറുതെ ഒരു തെറ്റും ചെയ്യാണ്ട് തന്നെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹം. മൊത്തം ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് എഗെയിൻസ് ആയിട്ടാണ്. അത് ഇനി എല്ലാവരും പറയുന്നോട് നീ അത് ഇതാക്ക്, വെളിപ്പെടുത്തതാക്ക്. പക്ഷെ ഞാൻ വേണ്ടാന്ന് വെച്ചായിരുന്നു കുറേ കാലം ഞാൻ മിണ്ടാണ്ടിരുന്നു. പക്ഷെ തെറ്റ് ചെയ്ത ആൾ തന്നെ ഇനി പുറത്ത് ഇത് വരണം. പിന്നെ വേറെ ഒരാൾ പറഞ്ഞ്, ഒരാൾ ഇപ്പോൾ അതിൽ തന്നെ ഒരു കമൻറ്റ് വന്നതാണ്. ഇപ്പം നോർമലി ഇപ്പം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുമ്പോൾ അവിഹിതം ഒരാൾക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളായിരിക്കും ആത്മഹത്യ ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ എന്നുള്ളത്. പക്ഷേ അവിടെ എനിക്ക് പറയാനുള്ള കാര്യം, ഒരു പെണ്ണിന് ഒരാളായിട്ട് റിലേഷനായി, ഒക്കെ ഹസ്ബൻഡിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ റിലേഷനായിട്ട് ലാസ്റ്റ് എന്താ പറയുക, ആ ചെക്കനിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചായിരിക്കാം ഇവള് റിലേഷനിലായത്. അങ്ങനത്തെ ടീമുണ്ടല്ലോ. അങ്ങനെ ആയിക്കഴിഞ്ഞതിന് ശേഷം ആ ചെക്കൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്ത്, ഈ പെണ്ണ് അവനെ ഒഴിവാക്കി, അവനെ ഒഴിവാക്കാന്നുള്ളൊരു അവോയ്ഡ് ആക്കാൻ തുടങ്ങിയതിന് ശേഷം ആ ചെക്കന് ദേഷ്യം വന്ന് ആ ചെക്കൻ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് മെൻ്റലി ആത്മഹത്യ ചെയ്യാൻ കൂടെ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഇന്നും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് കാര്യം. ബ്ലാക്ക് മെയിൽ അത് ഇപ്പം ആർക്കും പെട്ടെന്ന് പേടിക്കാം. അങ്ങനത്തെ രീതിയിലുള്ള ഭയപ്പെടുത്തുന്ന ഒരു സാധനം അവരുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കണ്ട കാര്യമാണ് അത്. എന്താ പറയുക, ലീഗലി ആയിട്ട് പല കളവും പറഞ്ഞിട്ട് എൻ്റെ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിയതാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം എന്തായാലും ഉണ്ടാവാം. എല്ലാവരെയും നിങ്ങൾ ഒരേ രീതിയിൽ കാണരുത്. കാരണം ഇപ്പോൾ ഓരോരോ ആൾക്കാരുടെ ചിന്തകളും ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ ആത്മഹത്യ ചെയ്തു, ഒരു ചെറിയ നിസ്സാര കാര്യത്തിൽ റീചാർജ് ചെയ്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത്, അതിലെന്ത് പ്രശ്നമാണ് നിങ്ങളൊന്ന് ചിന്തിച്ചോക്കുക. അതിലെന്ത് തെറ്റാണുള്ളത്? ആളെ റീചാർജ് ചില സമയം ഫിനാൻഷ്യലി എല്ലാവരും ഒരേ ലെവലിൽ എല്ലാ ദിവസവും ഒന്നിച്ച് ഉണ്ടാവണം എന്നില്ല, ചില സമയം ഉണ്ടാവും. ഒന്നും പറയാൻ പറ്റൂല എന്താണ് സംഭവം എന്നുള്ളത്. നമുക്കൊന്നും പറയാനുള്ള അധികാരം അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സത്യം എന്താണെന്ന് അറിയൂല. അറിയാതെ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അത് നിങ്ങളുടെ ഫാമിലിയിലേക്കും വന്ന് ചേരും എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാം. കുറ്റപ്പെടുത്തുന്നതും പിന്നെ അതേപോലെ വേദനിപ്പിക്കുന്നതും നിങ്ങൾ മാക്സിമം ഒന്ന് ഒഴിവാക്കുക. അത്രേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.